ഒരു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ ലാൽ ദർവാസ പോകാമെന്ന് വിചാരിച്ചു. മെട്രോയിലട്ടോ പോയത്. ഗാന്ധിനഗറിൽ നിന്ന് അഹമ്മദാബാദ് വരെ ഇപ്പം മെട്രോ ഉണ്ട്. പക്ഷേ ജസ്റ്റിനാണ് മെട്രോ മിസ്സാവാണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഫൈനലി ഞങ്ങൾ സ്പോട്ടിലെത്തിയപ്പോൾ അവിടെ കുറേ തണുപ്പ് ഉപ്പായ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കുറേ തണുപ്പ് ഉപ്പായ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ചെറുതായിട്ട് എന്നെ കാക്ക ഒന്ന് പറ്റിച്ചു ഗൈസ്. അതന്നെ. അപ്പോൾ അടുത്ത കമ്മലുകളുടെ സെക്ഷനിൽ പോയപ്പോൾ നിറയെ കമ്മൽ. പക്ഷെ നല്ല വലിയ കമ്മൽ, ഇത്ര വലിയ കമ്മലൊന്നും നമ്മൾ ഇടത്തില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, ശങ്കുള്ള കമ്മലുണ്ട്, ശങ്കില്ലാത്ത കമ്മലുണ്ട്, എങ്ങനത്തെ കമ്മൽ വേണം അതൊക്കെ ഉണ്ട്. അടുത്ത സ്പോട്ട് ചെരുപ്പ് പിടി. ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു ചോദിച്ചാൽ ഇവിടുന്ന് ഞങ്ങളൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. പിന്നെ 2 സോക്സ് വാങ്ങിച്ച്, തണുപ്പല്ലേ അതാണ് വിൽക്കുന്ന ഈ കുഞ്ഞു ചെക്കനും. അത് കഴിഞ്ഞ് മാല നോക്കിയപ്പോൾ എല്ലാം വലിയ വലിയ മാല. ഇതൊരുമാതിരി ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂം പോലെ ഇരിക്കുന്നുണ്ട്. ഇത്ര വലിയ മാലയും നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ, അപ്പോൾ അതും വാങ്ങിച്ചില്ല. പിന്നെ വലിയ മാല മാത്രമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല കേട്ടോ, ചെറിയ മാലയും ഉണ്ട്. അപ്പം ചെറിയ മാല വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ എവിടെ പോകാനോ കൊണ്ട് ഇതും വാങ്ങിച്ചില്ല. പിന്നെ എന്ത് വാങ്ങിക്കാനാണ് പോയെന്ന് ചോദിക്കരുത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചാൽ എന്താ വാങ്ങിച്ചതെന്ന്. വളയൊക്കെ വലിയ വലിയ വളയാണ്. ഈ വളയും നമ്മൾ ഇടത്തില്ല. പിന്നെ കമ്മൽ വാങ്ങിച്ചു. കമ്മലും ചെറുതായിട്ട് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. സംഭവം മാല വള മാത്രമൊന്നുമില്ല, കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് ഒരു സ്ട്രീറ്റിൻ്റെ ഒരു ഓവർ വ്യൂ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ പള്ളിയുണ്ട്, മഠമുണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സാധനം വാങ്ങിച്ചായിരുന്നു. ഇതിൻ്റെ വേറെ കളർ അലീഷൻ്റെ കയ്യിലുണ്ട്. ഇതന്നെ. അത് കഴിഞ്ഞ് ഞാൻ ഈ വള വാങ്ങിച്ചു ഗൈസ്. അത് പറഞ്ഞപ്പോഴാണ് ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റിൻ്റെ വീഡിയോ ഇട്ട് ഞാൻ കുറേ ശ്രമിച്ച് അവസാനം ഫ്ലൈറ്റിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ സ്പോട്ടിലെത്തിയപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത സ്ഥലമായിരുന്നു, കാണാനും കൊള്ളാം. അപ്പം നമ്മൾ ഇവിടുന്ന് റീലെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ കൂടി. അവിടെ അങ്ങനെ ആൾക്കാരൊന്നും വരുന്നില്ലായിരുന്നു, അതുകൊണ്ട് സെറ്റായിട്ട് നിൽക്കാൻ പറ്റിയ സ്പോട്ടുമാണ്. പിന്നെ ഇവിടെ ഒരുമാതിരി ബാഹുബലീൻ്റെ വാതിൽ പോലത്തെ വാതിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ചെറുതായിട്ട് റീലെടുത്ത്. ഇതാണ് ആ പിള്ളേർ കൊണ്ടുപോയി റീല്. എനിക്ക് കുറച്ചേരം റീൽ കണ്ടു. അത് കഴിഞ്ഞ് തണുപ്പ് ഉപ്പായം നോക്കി. പക്ഷേ ഇതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ, ഇപ്പോൾ ചീപ്പായിട്ട് കുറച്ച് അങ്ങോട്ട് നിന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ച്. അത് കഴിഞ്ഞ് ഈ സ്പോട്ടിൽ നമ്മൾ സാരി, ലെഹങ്ക അങ്ങനത്തെ സാധനമെല്ലാം വിൽക്കുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ലെഹങ്കക്കെല്ലാം നല്ല പൈസ. ഇതിനൊക്കെ ഒരു 7,000 8,000 ആ ഒരു റേഞ്ചിലാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ അതും വാങ്ങിക്കേണ്ടവർക്ക് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. അത് കഴിഞ്ഞ് ഫുഡിൻ്റെ സ്പോട്ടെത്തി. ഇത് മസ്ക് ബൺ, ഇവിടുത്തെ എന്തോ ഫേമസ് സംഭവമാണ്. സംഭവം കൊള്ളാം, ബട്ടറും ബണ്ണെല്ലാം കൂടെ. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ച്. ഇവിടെ ചീപ്പായിട്ട് ഫ്രൂട്ട്സ് കിട്ടുമായിരുന്നു. അപ്പം അതും വാങ്ങിച്ചിട്ട് പിന്നെ ഈ സാധനവും അതിൻ്റെ പേര് വെച്ചപ്പോൾ അത് കഴിഞ്ഞ് കരിമ്പിൻ ജ്യൂസ് കുടിച്ച് നേരെ അഡാലജ് ബ്രിഡ്ജിൽ പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് അതാ പിന്നെയും ഫ്ലൈറ്റ് പോകണം. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ പിന്നെയും വീഡിയോ എടുത്ത്. ഇവിടെ നോക്കിയാലും ഫ്ലൈറ്റ് ആണെന്ന് മനസ്സിലായി. പിന്നെ ഈ സ്പോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്നല്ല ഇപ്പം കോളേജിൽ നിന്ന് ഐവിക്കെല്ലാം വരുമ്പോൾ ഒരു ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്പോട്ടാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാലും കുറേ മലയാളികളുണ്ടാവും. അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം മലയാളത്തിൽ പറയുന്നു. അപ്പം അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറേ ഫോട്ടോ എല്ലാം എടുത്ത്. അലീഷൻ്റെ ഉമ്മ വന്നായിരുന്നു. അപ്പം നമുക്കെല്ലാം കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ചാൻസ് ആണല്ലോ. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റിഷാനൊക്കെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത്. നല്ല കമ്പനിയാണ്. അല്ല, പക്ഷേ ആൾ വലിയ കമ്പനി ഇല്ലെന്ന് തോന്നുന്നു. വോട്ടെവർ. അത് കഴിഞ്ഞ് നമ്മൾ ബ്രിഡ്ജിൻ്റെ മേലെ കയറി. ഇതിൻ്റെ മേലെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. എത്ര ഇനി 50 അങ്ങനെ ആയിട്ടാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് അതിൻ്റെ മേലെ കയറി. ഞാൻ ഇതിൻ്റെ മുന്നേ റീലെടുത്തായിരുന്നു. പിന്നെ എല്ലാവരും കഴിഞ്ഞ് ഒരു പുട്ടും കടലിലും ഞങ്ങൾ അവസാനിപ്പിച്ചു ഗൈസ്.